ഹലോ, അപ്പൊ ഇന്ന് നമ്മൾ റിയാദിലേക്ക് പോവാണ് കേട്ടോ. ഉച്ചയോടെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് നേരെ കോർണിഷ് ഏരിയയിലേക്ക് പോയി. ഇവിടെ ഒരു ക്ലയന്റ് മീറ്റിംഗും ഒരു സൈറ്റ് വിസിറ്റും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് ഒരു അറബിക് റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചു. കബ്സ കഴിക്കാന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അവിടെ ഓർഡർ എടുക്കാൻ നിന്നിരുന്ന ആൾക്കാർക്ക് അറബിക്ക് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതൊന്നും അവർക്ക് മനസ്സിലായില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച സംഭവം ഇതല്ലാന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള അറബിക്ക് ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ഇത് കഴിച്ചു എന്ന് വരുത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. തൽക്കാലത്തേക്ക് വിശപ്പ് മാറി. അപ്പൊ ഇനി പോകുന്ന വഴി എന്തെങ്കിലും കാണുകയാണെങ്കിൽ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഓൺ ദ വേ ഞങ്ങൾ അൽത്താസജ് കണ്ടപ്പോൾ നിർത്തി. ഇത് ആക്ച്വലി എന്റെ ചൈൽഡ്ഹുഡ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു. ഇവിടെ പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഫുഡ് വന്നു. ഓൾറെഡി ലഞ്ച് കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ വളരെ ചെറിയൊരു പോർഷനാണ് ഓർഡർ ചെയ്തത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അല്ലൊത്തയും മോളിലേക്ക് പോയി. ഞാൻ അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് എടുത്തതാണ് സൗദിയുടെ ഈ ഐസ്ക്രീം സാൻഡ്വിച്ച്. പൊതുവേ ഈ ഐസ്ക്രീം സാൻഡ്വിച്ച് എനിക്കൊരു വീക്ക്നെസ് ആണ്. പിന്നെ യൂഷ്വലി നമ്മൾ മലയാളികൾ നാരങ്ങ മിഠായി, തേൻ മിഠായി എന്നൊക്കെ പറഞ്ഞ് നൊസ്റ്റാൾജിയ പറയില്ലേ, അതുപോലൊരു ഐറ്റം ആണ് ഈ കാണുന്ന റീക്കോ വേഫേഴ്സ്. ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്നത് കൊണ്ട് ഞാൻ അതും എടുത്തു രണ്ടെണ്ണം. ഇതിപ്പോ ഒരു ഫുഡ് ട്രിപ്പ് പോലെ തോന്നുന്നുണ്ടല്ലേ. ഇനി ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാനില്ല. നമ്മൾ നേരെ റിയാദിലേക്ക് പോവാണ്. റമദയിലായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങളുടെ ബുക്കിംഗ് എന്തോ കൺഫേംഡ് ആയില്ല. ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ വേറൊരു ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്തു കേട്ടോ. നല്ല ടയേർഡാണ്. നന്നായിട്ടൊന്ന് ഉറങ്ങണം. എന്നിട്ട് നാളെ റിയാദ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങണം. So that's it for now. See you soon.